ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. ഇനി അങ്ങോട്ട് വീഡിയോ തുടർന്നുണ്ടാവട്ടെ, ഞാനും പ്രതീക്ഷിക്കുകയാണ്. ലോങ് ആയി പോവുകയാണ് കേട്ടോ വീഡിയോ ഇടുന്ന ദിവസങ്ങളൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും പിന്നെ ഞാൻ കമ്പനിക്ക് പോകണ ഒരു ദിവസം ഒരു ചെറിയ വ്ളോഗ് എടുത്തിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയ ദിവസം ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണീൻ്റെ ആ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആ ടൈമിൽ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുതിറങ്ങിയിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട സുഹൃത്താണ് കേട്ടോ. അപ്പം ആൾക്ക് ചാനലുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കമൻ്റൊക്കെ അയച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇവിടെ അമ്പലത്തിലുണ്ട്, വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ വാ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങനെ പോയി, പെട്ടെന്ന് തിരിച്ച് പോരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ചേച്ചീനെ കണ്ടു, സംസാരിച്ചു. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ചേച്ചീനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, പക്ഷേ അതിനൊന്നും പറ്റിയിട്ടില്ല. ചേച്ചിക്കൊരു ചാനലുണ്ട്, ചേച്ചീൻ്റെ ചാനലിൻ്റെ പേര് ഫ്ലവർ ടാക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചേച്ചി സോപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നിരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതെന്ന് അടിപൊളിയാണ്. ചേച്ചീൻ്റെ ചാനലിൽ ചേച്ചി ഈ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വിശദീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണിൽ പരിചയപ്പെട്ടിട്ട് പിന്നെ പോയി കാണുക, മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ചേച്ചി ഞങ്ങൾക്ക് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ചേച്ചി ചോറുണ്ടിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞതിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ 11 മണീൻ്റെ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ചേച്ചി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ, ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ചേച്ചി ഒരു ഫോട്ടോ പോലും നമ്മൾ എടുത്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ചേച്ചി തന്നെ ഞാനും വിചാരിച്ചിരുന്നൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അവിടെ എത്തി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു തിങ്കളാഴ്ച ദിവസം എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന 2 ദിവസത്തെ വ്ളോഗാണിത്, ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ 2 വീഡിയോസൊന്ന് ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു പുലർച്ചെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് രാവിലെ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഉണ്ടാക്കുന്നത്. റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരമൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കണോണ്ടാണോ എന്നറിയില്ല, ഇത് പൊട്ടിച്ചിട്ട് അവിടെ കിട്ടണ്ടേ. ഞാൻ പിന്നെ കുറേ നേരം നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊന്നും ഇതാക്കുമ്പോൾ എനിക്ക് കിട്ടലുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നല്ല, എന്നാലും ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കിട്ടലൊക്കെ ഉണ്ട്. ഇത് വീഡിയോ ഓണാക്കിയപ്പോൾ കിട്ടണേ ഇല്ല. കുറേ നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ ലാസ്റ്റ് കിട്ടിയിട്ടോ. ഒരു പുലർച്ചെ ടൈമാണ് കേട്ടോ, ഒരു 4 മണി ആ ഒരു ടൈമിലൊക്കെ ഞാൻ എണീറ്റിട്ടുണ്ട്. റിച്ചുവിന് ക്യാമ്പില്ലൊരു ദിവസമാണ്. അപ്പോൾ റിച്ചു പറഞ്ഞിരുന്നു നേരത്തെ ആക്കി വെക്കണം കേട്ടോ എല്ലതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ റിച്ചുവിന് കൊണ്ടുപോകാമല്ലോ, സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ, ഒപ്പയ്ക്കുള്ളതും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു 5 മണി 5:30 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ നീക്കൽ. അങ്ങനെ ഞാൻ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. റിച്ചു പ്രത്യേകം പറഞ്ഞിരുന്നു ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ ഉള്ളി വാട്ടിയതും, അങ്ങനെ അത് 2 കൂട്ടാനും മതി, വേറെ കറികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഏടത്തിയൊന്നും ഇല്ലേന്നു ഇവിടെ. അപ്പോൾ ഏടത്തിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ റിച്ചുവിന് പോകാനാകുമ്പോഴത്തേന് ഞാനെല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ റിച്ചു പോണത് ഒരു 10 മണി 9 മണി ആ ഒരു ടൈമിലൊക്കെയാണ്. അപ്പം ഞാൻ ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെയൊന്നും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെയാണ് അവന് പറഞ്ഞത് ആ ഒരു ടൈമിലൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കുകയാണ്. ചായക്കടി ഉണ്ടാക്കാൻ ഇത് റവ ആകുമ്പോൾ കുഴപ്പമില്ല, അടിപൊളിയാണ് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി തീർക്കാം. അതങ്ങനെ വെന്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് ഈ ദോശ, പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ കുറേ ടൈം എടുക്കുക. അതിലേക്കുള്ള കറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ റവ ഉപ്പുമാവാകുമ്പോൾ അതിലേക്കൊരു പപ്പടം അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതിയല്ലോ.
അങ്ങനെ അതാ ഉപ്പുമാവൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നല്ല, ആ ഒരു ടൈമിൽ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടുമെന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കൃത്യം 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ലാസ്റ്റ് ഒരു ടൈം വൈകി പോയാലൊരു ടൈം അതാണ് 8 മണി, അല്ലെങ്കിൽ 7:55 ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് ഇറങ്ങണം. അപ്പോൾ അതാ ഞാൻ ക്യാരറ്റൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മറക്കും, അതങ്ങനെ തിരഞ്ഞ് നടക്കും. അങ്ങനത്തെ സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നോക്കണത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കാലം കുറച്ചായിട്ടോ. അപ്പോൾ വീഡിയോ എപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. അങ്ങനെ അതാ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെ റിച്ച് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എന്താണെന്ന് അറിയില്ല, ഭയങ്കര സ്പീഡാവും കണ്ടോ. അപ്പോൾ അത് എങ്ങോട്ടേലും പോകാണ്ടെന്ന് പറയുമ്പോൾ പണികളൊക്കെ ഏകദേശം പെട്ടെന്ന് ഒരുങ്ങും. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആക്കും പോലെ അങ്ങനെ എടുത്ത് പോകും. അപ്പോൾ എല്ലാവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാവും. ചിലർ അങ്ങനെയൊക്കെ ആവട്ടെ, ഏകദേശം ആൾക്കാരൊക്കെ. അങ്ങനെ ഉപ്പുമാവും ക്യാരറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി വാട്ടി എടുക്കണത് ഗ്യാസുമ്മ വെച്ച് ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മ ഉണ്ടാക്കിയില്ല. അപ്പോൾ കാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കിയിട്ടോ. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടാൻ നിൽക്കുകയാണ്. ഉള്ളി വാട്ടുക എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുക, മലപ്പുറത്തൊക്കെ പറയുക. അപ്പോൾ എല്ലായിടത്തും വേറെ വേറെ ഭാഷയ്ക്കാവും. അങ്ങനെ ഏകദേശം ഒരു ഭാഗമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ തുടക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. വെള്ളവും കാര്യങ്ങളൊക്കെ അഴുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ പോലെയാണ്, അത് ശരിയാക്കണം. അതപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ ഉള്ളി വാട്ടിയത് അവിടെ ഏകദേശമൊക്കെ വാട്ടി അങ്ങനെ റെഡിയായി എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊന്നും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോയിലൊക്കെ വല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആകെ മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഞാൻ വാട്ടുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഓണാണോ ഓഫാണോ എന്നൊക്കെ നോക്കണ്ടേ. ഇടയ്ക്ക് സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ക്യാമറയ്ക്ക് ഒരു മിന്നിക്കൽ എന്തായാലും നിർബന്ധമാണ്. അപ്പം അങ്ങനെ വല്ലതും അയക്കണോ നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ഫുള്ളായാൽ അങ്ങനെയാണ്, വീഡിയോ അവിടെ നിൽക്കും. പിന്നെ വീഡിയോ ഓണാക്കിയിട്ട് കാണില്ല. നമ്മൾ വിചാരിക്കുക സെക്കൻഡ് അവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടാവും, പക്ഷെ ഉണ്ടാവില്ല, വീഡിയോ അവിടെ സ്റ്റോപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. രാവിലെ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. പക്ഷേ നേരത്തെ ഏകദേശമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ആക്കി എടുക്കും കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ. പക്ഷെ എപ്പോഴും നമുക്ക് ഈ രാവിലെ പോകുന്ന ടൈമിൽ വേഗം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി. ജോലി പണികളൊക്കെ ഏകദേശം തീർന്നിട്ട് കമ്പനിയിലത്തെ വർക്കിന് പോകാമെന്നുള്ളൊരു ഇതിലാവും. പിന്നെ സൺഡേ ആ ഒരു ദിവസമൊക്കെയാണ് പിന്നെ ഞാൻ പിന്നെയും ക്ലീൻ ആക്കാനൊക്കെ നിൽക്കും കേട്ടോ. എല്ലാ ഭാഗങ്ങളും എല്ലാ റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിൽക്കുന്നത് സൺഡേ ആണ്. പക്ഷെ എന്നാലും റെഡിയാക്കും ഞാൻ, അടിച്ചുവാരി ലെവലാക്കലൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇടുന്നതിന് നമുക്കൊരു നല്ലൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിൽ ആണോ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ അതൊക്കെയറിയില്ല. ഭയങ്കര നമ്മളെന്താ പറയുക, നമ്മൾ തളർത്തി കളയണ പോലെയൊക്കെയാണ് കമൻറ്റ് പറഞ്ഞാൽ. അത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ എന്തൊക്കെയോ പോലെ. ഇപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു മടിയാണോ ചോദിച്ചാൽ നമ്മളെ തളർത്തി കളഞ്ഞാൽ പിന്നെ ഒന്നിനും നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ. വീഡിയോ ഇടണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ആ ഒരു ചിന്ത അതൊക്കെ പിന്നെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ ഫോണിനും കുറച്ച് കംപ്ലൈൻ്റൊക്കെ ഉണ്ടായിരുന്നു. 2-3 ആപ്പൊക്കെ കയറ്റി പിന്നെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുകയാണ്. അപ്പോൾ നല്ലൊരു ഫോണൊക്കെ വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഫോണിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ കുറവാണ്. അങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഞാൻ കമ്പനിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. താങ്ക് യു. 45 കേട്ടിട്ടുണ്ട്. ഞാൻ നാളത്തെ പോകുന്നുണ്ട്. ഞാൻ
ഞാൻ പിന്നെ അധികമൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ പോണ വഴിയാണ്. ഞാനീ പോണ ടൈമിലൊന്നും ആരും ഉണ്ടാവില്ല അവിടെ. അധികമൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ പോണ വഴിയാണ്. ഞാൻ